ഡാ, നാളെ വിഷുവല്ലേ, നമുക്ക് കണി വെക്കണ്ടേ? ആണാ? ഇവിടെ ഉള്ള കണിയൊന്നും പോരെ, വേറെ പണിയില്ല. ഡേയ്, വന്നിച്ചില്ലെങ്കിലും നിന്നിക്കരുത്. ഇവിടെ ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളുണ്ട്. ഡേയ്, ഞാൻ പറയുന്നോണ്ടൊന്നും തോന്നരുത്. ഇതൊക്കെ പഴയ ആചാരങ്ങളാണ്. ടെക്നോളജിയൊക്കെ ഇപ്പോൾ ഒരുപാട് വളർന്നു. നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട. നിന്റെ ടെക്നോളജിയൊക്കെ വളർന്നു, പക്ഷെ നിന്റെ ചിന്താശേഷി തീരെ കുറവാണ് അല്ലേടാ? എന്നാ നീ ഇവിടെ ഇരുന്നു. ബാ, നമുക്ക് മാങ്ങ പറിക്കാൻ പോവാം. ഓ, നീയൊക്കെ എന്തേലുമൊക്കെ ചെയ്. സീരിയസ്ലി ടെക്നോളജി അല്ലേ നമുക്ക് ഭഗവാൻ? എന്തേലും ആവട്ടെ. തലവേദന. സുഹൃത്തെ, ഉണർന്നായിരുന്നോ? ഞാൻ വന്നപ്പോൾ സുഹൃത്ത് ഉമ്മറപ്പടി കിടക്കുമായിരുന്നു. നാളെ വിഷുവല്ലേ? കൂട്ടുകാരൊക്കെ പുറത്തു പോയിരിക്കുകയല്ലേ വിഷു ആഘോഷമാക്കാൻ. ഇയാളെന്താ പോകാത്തെ? ഇതൊക്കെ ഒരു സന്തോഷമല്ലേ? ഈ ടെക്നോളജിക്ക് അപ്പുറം കുറേ കാര്യങ്ങളുണ്ട്. ചിന്താശേഷി വേണം. അത് വളർത്തിക്കൊണ്ടുവന്നാൽ വളരെ നല്ലതായിരിക്കും. ഈ ലോകത്തിനെ കുറിച്ച് ചിന്തിക്കൂ. ഒരു നല്ല വിശ്വാസംസ. ഇനി സ്റ്റോറി ഇടണ്ടേ? കുറച്ച് ഫോട്ടോസ് എടുക്കാം. അയ്യോ, അത് പറഞ്ഞപ്പോഴാണ് എൻ്റെ ഫോണ് ഞാൻ ദേ ഇവിടെ വെച്ചിരുന്നതാണ്. അല്ല, നിങ്ങളെപ്പോഴാണ് വന്നത്? അത് കൊള്ളാം. ഇന്നലെ ഞങ്ങൾ വന്നപ്പോൾ നീ നല്ല പൂണ്ട ഉറക്കമായിരുന്നു. എൻ്റെ ഫോണൊന്നും ഇവിടെ ഇല്ല. പിന്നെ നിന്നെ വിളിക്കണ്ടെന്ന് കരുതിയാ നമ്മൾ ഇതിനെല്ലാം സെറ്റ് ചെയ്തു. അപ്പോൾ ഇന്നലെ വന്ന ആള് അത് കൃഷ്ണനല്ലേ? കൃഷ്ണൻ? ഏത് കൃഷ്ണൻ? ഇതോ ഇരിക്കുന്നു കൃഷ്ണൻ, അല്ലാതെ വേറെ ഏത് കൃഷ്ണൻ? ഫോൺ കൊണ്ട് പോയാ? അയ്യോ, ഞാൻ ഇപ്പൊ വരാവേ. ഇവ ഇതെവിടെ പോണു? പിന്നെ നിന്റെ ഫോൺ അടിച്ചോണ്ട് പോകണമെന്നല്ലേ കൃഷ്ണന്റെ പണി? സമാധാനമായി. അരിയും മണ്ണെണ്ണയും പഞ്ചസാരയൊക്കെ അവിടെ തന്നെ ഉണ്ട്. ചോദിച്ചാൽ അത് ഓടിച്ചോണ്ട് പോയെന്ന് പാട്ടിണിയായ ഞാൻ. എന്റെ കൃഷ്ണ, വിഷുവായിട്ട് ഇവന് നല്ലൊരു പണി കൊടുത്തല്ലോ. എനിക്ക് തിരുപ്പതിയായി. എന്റെ ഫോൺ എവിടെ പോടാ? നമുക്കൊരു കാര്യം ചെയ്യാം. വാ, നമുക്ക് ടെക്നോളജി ഉപയോഗിച്ച് കണ്ടുപിടിക്കാം.